കൂടി നമ്മൾ കരുതി വെച്ചു. അപ്പം മാർക്കറ്റിൽ ഈ വർഷമാണ് ഏറ്റവും കൂടുതൽ വില നമുക്കുണ്ടായത്. അപ്പം ആ സമയങ്ങളിൽ ആദ്യമാദ്യം കിട്ടിയത് വിറ്റുകളയാതെ അത് സംഭരിച്ചു വെക്കാൻ, ഗുണനിലവാരം നഷ്ടപ്പെടാതെ സംഭരിച്ചു വെക്കാൻ കഴിഞ്ഞത് കൊണ്ടാണ് ഇത്തവണ നല്ല ഒരു മാർക്കറ്റ് ട്രെൻഡിൽ പരമാവധി ലാഭത്തിൽ വിൽക്കാൻ കഴിഞ്ഞു. അതിന്റെ ഫലമായി സംഘത്തിന്റെ മുൻപ് വർഷങ്ങളിലുണ്ടായിരുന്ന നഷ്ടം പൂർണ്ണമായി നികത്തി. അതോടൊപ്പം ഉണ്ടായ ലാഭത്തിൽ നിന്ന് 36 ലക്ഷം രൂപയോളം കർഷകർക്കും വിവിധ വിഭാഗം ജീവനക്കാർക്കുമായിട്ട് അധിക വിലയെന്ന പേരിലും ബോണസായി പ്രൊഡക്ഷൻ ഇൻസെന്റീവായി കൊടുക്കാനായിട്ട് ഭരണസമിതി തീരുമാനിച്ചു. അപ്പൊ 18 ലക്ഷം രൂപ കർഷകർക്ക് കഴിഞ്ഞ സാമ്പത്തിക വർഷം സംഘത്തിന് റബ്ബർ നൽകിയ കർഷകർക്ക് 1 കിലോഗ്രാമിന് 1 രൂപ പ്രകാരം അധിക വില ബോണസായി കൊടുക്കുന്നു. അതോടൊപ്പം സഹകരണ സംഘം നൈസാവനെയും ഗവൺമെന്റിന്റെയും സർക്കുലറിൽ തൊഴിലാളികൾക്ക് ജീവനക്കാർക്ക് പ്രഖ്യാപിച്ചിട്ടുള്ള മാക്സിമം ബോണസ് 20%. 8-3 നഷ്ടമുണ്ടെങ്കിൽ കൊടുക്കണം, ലാഭമുണ്ടെങ്കിൽ മാക്സിമം 20% കൊടുക്കണമെന്നാണ്. ആ 20% കൊടുത്തു കഴിഞ്ഞു. അതിന്റെ പുറമെ അവരുടെ ആത്മാർത്ഥത കൂടെ കണക്കിലെടുത്താണ് ഇത്രയും ലാഭമുണ്ടായി എന്നുള്ള കാഴ്ചപ്പാടിൽ